ജില്ലയുടെ കിഴക്കൻ മേഖലയായ മലയോര മേഖലയെ തൊട്ടുരുമിക്കിടക്കുന്ന ചടയമംഗലം MC റോഡിന്റെ വിശാലമായ രാജവീഥികളെ കൂട്ടിയിണക്കുന്ന ഹരിതാഭമാർന്ന ഭൂപ്രദേശമാണ്. വിശ്രുതമായ ഒരു ഐതിഹ്യത്തെ പിൻപറ്റി നിൽക്കുന്ന ചടയമംഗലം ജടായുമംഗലം എന്ന പുരാതന പേരിൽ ഇപ്പോഴും മുറ്റം കൊള്ളുന്നുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചടയമംഗലത്തിന്റെ വെളിപ്പേരിന് ഇന്നും പ്രാധാന്യം ഏറെയാണ്. സീതയെ അന്വേഷിച്ചു നീങ്ങുന്ന ശ്രീരാമദേവനും ലക്ഷ്മണനും മാർഗമധ്യേ രാവണനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ച് സ്വന്തം ചിറക് നഷ്ടപ്പെട്ട് മൃതപ്രാണനായി കിടന്ന ജടായു എന്ന പക്ഷിഭീമനെ കണ്ടെത്തിയത് ഈ പ്രദേശത്ത് വെച്ചാണെന്നാണ് വിശ്വാസം. ശ്രീരാമനെ രാവണൻ പോയ ദിക്കിലേക്ക് വഴിതെളിച്ചതും ജടായു ആണെന്നാണ് വിശ്വാസം. അങ്ങനെയത്രേ ഈ പ്രദേശം ആദ്യം ജടായുമംഗലം എന്നും പിന്നീട് അത് ലോപിച്ച് ചടയമംഗലം എന്നും ആയി മാറിയത്. ചടയമംഗലത്തെ വലിയ പാറയിൽ ജടായുവിന്റെ കൊക്കുരുമിയതായും പിന്നീട് ജടായുവിന്റെ ജഡം അവിടെ വീണതായും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായി പ്രമുഖ സിനിമാ സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിൽ ഉയർന്നു പൊങ്ങുന്ന ജടായു ശില്പവും ഷോപ്പിംഗ് കോംപ്ലക്സും ഈ വലിയ പാറയ്ക്ക് മുകളിൽ ഒരു അത്ഭുതമെന്ന പോലെ നിലകൊള്ളുന്നതും നമുക്ക് കാണാം. അനവരതം മുന്നേറുന്ന ചടയമംഗലത്തിന്റെ കാണാക്കാഴ്ചകളും താണ്ടി നമുക്ക് ഇനിയും ബഹുദൂരം മുന്നോട്ട്